വെടിനിർത്തലിനെതിരെ വിമർശനവുമായി സന്ദീപ് വാര്യർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുന്നത് ദേശസ്നേഹമുള്ള ഭാരതീയർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. യുദ്ധം ആഗ്രഹിക്കുന്നെങ്കിലും രാജ്യത്തിന് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ സഹിക്കാൻ നമ്മൾ തയ്യാറുമല്ല. പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കണമെന്ന് തന്നെയാണ് ഓരോ ഭാരതീയന്റെയും മനസ്സിലുള്ള വികാരം. ഈ വികാരം ഇന്നലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് തുറന്നു പറഞ്ഞു. മറ്റാരുമല്ല, മാസങ്ങൾക്ക് മുമ്പ് കാവിക്കൊടി ഉപേക്ഷിച്ച കോൺഗ്രസുകാരനായ സന്ദീപ് വാര്യർ ആയിരുന്നു അത്. പക്ഷേ സന്ദീപ് വാര്യർ ഈ അവസരം പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള അവസരം കൂടിയായി ഉപയോഗിച്ചുവെന്ന് മാത്രം. അമേരിക്കൻ പ്രസിഡന്റ് കണ്ണിരുട്ടിയപ്പോൾ പാതി വഴിയിൽ വെടിനിർത്തലിന് തയ്യാറായ നരേന്ദ്രമോദി നാടിന്റെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചതെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടത്. പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരായി കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയതാണ്. 140 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി താങ്കളുടെ പിന്നിൽ അണിനിരന്നതാണ്. നമ്മുടെ സൈന്യം പാകിസ്ഥാൻ അതിക്രമങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകി മുന്നേറുകയായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്തെയും പൗരന്മാരെയും പ്രധാനമന്ത്രി വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന അത്യപൂർവമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സൈന്യം ആർജിച്ചെടുത്ത എല്ലാ മുന്നേറ്റങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അട്ടിമറിച്ചിരിക്കുന്നു. ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സ്വാഭിമാനം, നമ്മുടെ പൗരന്മാരുടെ നഷ്ടപ്പെട്ട ജീവനും സ്വത്തിനും ഉത്തരവാദികളായ ശത്രുവിനെ പാഠം പഠിപ്പിക്കൽ ഇത് അത്യാവശ്യമായിരുന്നു. ഇതിനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ പടുപ്പുറപ്പാടും കണ്ണുരുട്ടലും വാചകമടിയുമൊക്കെ? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ നാണംകെട്ട വെടിനിർത്തൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി എന്നും പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരുന്നു ഇക്കണ്ട നാടകമൊക്കെയെന്നും അതിർത്തിയിൽ പാക് വെടിവെപ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവകകൾക്കും ആര് സമാധാനം പറയുമെന്നും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അർഹിക്കുന്നില്ലേ എന്നും മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ സന്ദീപ് വാര്യർ ചോദിച്ചിട്ടുണ്ട്. അതിനിടെ ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും പ്രകോപനമുണ്ടാക്കിയാൽ എല്ലാം ഏതു നിമിഷവും തുടരാനുള്ള ഒരുക്കത്തിൽ തന്നെയാണുള്ളതെന്നും വിശദീകരണവുമായി വ്യോമസേന രംഗത്തെത്തിയിരുന്നു. വെടിനിർത്തൽ പാലിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാനുള്ള വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇത് നൽകുന്നത്.